മാനന്തവാടി പഞ്ചാരക്കുല്ലിയിൽ കടുവ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടത് തോട്ടം തൊഴിലാളിയായ രാധയാണ്. മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ഉയർന്നിരുന്നു. കടുവയെ വെടിവെക്കാൻ ഉത്തരവ് നൽകുമെന്ന് മന്ത്രി OR കേളു അറിയിച്ചു. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി കാവൽക്കാരെ നിയോഗിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഫെൻസിംഗ് പൂർത്തിയാക്കും. കുടുംബത്തിന് 11 ലക്ഷം രൂപ ആശ്വാസ ധനസഹായം നൽകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ജനങ്ങളുടെ ഒരു പ്രതിഷേധം അവിടെ അവസാനിച്ചത്. സാധാരണഗതിയിൽ കടുവ ഭീഷണി ഉള്ള ഒരു പ്രദേശമല്ല കടുവാക്കൊല്ലി എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ. അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. രാധ എന്ന സ്ത്രീയാണ് മരിച്ചത്. അനൂപ് തുടരുന്നു. അനൂപ്, ഈ ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കാം എന്നുള്ള വാഗ്ദാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രദേശം കാപ്പി പറിക്കാൻ പോയ സ്ത്രീയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്ത് എത്രമാത്രം ഈ ഒരു വന്യമൃഗങ്ങളെ അകറ്റാനുള്ള നടപടികൾ പ്രായോഗികമായി കൊണ്ടുപോകാൻ കഴിയും? വയനാട് മാനന്തവാടിയിൽ കടുവ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. അനൂപ് ചേരുകയാണ്. അനൂപ്, നേരത്തെ കടുവാ ഭീഷണി ഉള്ള പ്രദേശമല്ല ഇതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ കാപ്പി പറിക്കാൻ പോയ സ്ത്രീയാണ് അപകടത്തിൽ പെട്ടത്. ഈ ഒരു ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ ആ മേഖലയിൽ എത്രമാത്രം പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയും അനൂപ്? ഈ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ആനയുൾപ്പെടെയുള്ള മൃഗങ്ങൾ വനാതിർത്തി കടന്ന് വരുന്നത് തടയാനാണ് പ്രധാനമായും അത്തരം സൗകര്യങ്ങൾ അല്ലെങ്കിൽ അത് നടപ്പാക്കുക, അല്ലെങ്കിൽ അത് ആ വിധത്തിലാണ് ആ കാര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടത്. ഇത് കടുവയെ സംബന്ധിച്ചിലാണ്. കടുവ ഇത്തരത്തിൽ വനയോര മേഖലകളുണ്ടെങ്കിൽ സ്വാഭാവികമായും വനയോരങ്ങളിലേക്ക് അല്ലെങ്കിൽ വനയോര ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഒരു പതിവുണ്ട്. അത് വയനാട്ടിൽ ഇപ്പോൾ ഈ പഞ്ചാരക്കൊല്ലി അല്ലെങ്കിൽ പ്രിയദർശിനി എസ്റ്റേറ്റിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ നേരത്തെ കടുവയുടെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയം തന്നെ ഒരു കടുവയുടെ സാന്നിധ്യം ഇവിടെ സ്ഥിരീകരിച്ചതാണ് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഇതിനോട് തൊട്ടടുത്തുള്ള പാരിസിൻ എസ്റ്റേറ്റ് പോലുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ആ വിധത്തിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ട്. ഇപ്പോൾ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കടുവയെ നേരത്തെ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ പ്രതിഷേധത്തിനിടയ്ക്ക് ചിലർ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും മറ്റ് വന്യമൃഗങ്ങളുടെ ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ഒരു നിരന്തര ശല്യം ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ പഞ്ചാരക്കൊല്ലി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ പ്രിയദർശിനി എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള മേഖലകൾ. ഏതായാലും അത്തരമൊരു സാഹചര്യം വീണ്ടും ഉണ്ടായി എന്നുള്ളതാണ്. ഏതായാലും ദാരുണമായൊരു സംഭവമാണ് ഇന്ന് പഞ്ചാരക്കൊല്ലിയിൽ നടന്നത്. 11:45 കൂടിയാണ് തണ്ടർബോൾട്ട് സംഘം ഈ ഇത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്ത് പരിശോധന നടത്തുമ്പോൾ ഈ മൃതദേഹ ഭാഗം ലഭിക്കുന്നത്. 11:45 കൂടി സംഭവം നടന്നു. പെട്ടെന്ന് തന്നെ മന്ത്രി OR കേളു സ്ഥലത്തുണ്ടായിരുന്ന MLA കൂടിയായിട്ടുള്ള മന്ത്രി OR കേളു ഇവിടേക്ക് എത്തുകയും അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തിയ സാഹചര്യത്തിൽ ചർച്ചയും അനുബന്ധ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുകയും എല്ലാം ചെയ്തു. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ ഓരോ തീരുമാനങ്ങളായി വന്നത്. സർക്കാർ തല തീരുമാനങ്ങൾ പ്രത്യേകിച്ച്. പിന്നീട് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഇതേ തുടർന്നുള്ള പ്രത്യേക ഈ സാഹചര്യം പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടായി. അതിൽ പ്രധാനമായിരുന്നു ഈ കടുവയെ പെട്ടെന്ന് പിടികൂടാനുള്ള തീരുമാനം. വൈൽഡ് ലൈഫ് വാർഡൻ അത് സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ നിർദ്ദേശങ്ങൾ നൽകി. പിന്നീട് അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ മേലുദ്യോഗസ്ഥർക്ക് സമർപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള അല്ലെങ്കിൽ ഈ നരഭോജി കടുവ എന്നുള്ള ഒരു പരിഗണന വെച്ചിട്ട് പ്രത്യേക സാഹചര്യം വെച്ച് ആ വിധത്തിലുള്ള ആവശ്യമായ നടപടികൾ കൂടി സ്വീകരിക്കുമെന്നാണ് അല്പസമയം മുമ്പ് നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോയൽ നമ്മോട് പറഞ്ഞത്. ഏതായാലും മന്ത്രി OR കേളുവും വനമന്ത്രി AK ശശീന്ദ്രനും ഉൾപ്പെടെയുള്ളവരും ഈ കാര്യങ്ങൾ തന്നെ പറയുകയുണ്ടായി. ഏതായാലും അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ശക്തമായൊരു പ്രതിഷേധം ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ ഒരു ശക്തമായൊരു പ്രതിഷേധം നടന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അത് പെട്ടെന്ന് തന്നെ ഈ ചർച്ചകളുടെയും മറ്റു തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് അവസാനിപ്പിക്കാനായി ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി രാധയുടെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ് മെഡിക്കൽ കോളേജിലേക്ക്. പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മേഖലയിൽ ഇതിനകം ആശങ്ക പടർത്തിയ ഭീതി സൃഷ്ടിച്ചായി കടുവയെ പിടികൂടുക എന്നുള്ളതാണ്. പ്രത്യേക ഷൂട്ടർമാരെയും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധരെയും എല്ലാം വയനാട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തുകയും മറ്റും ചെയ്യും. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ തെരച്ചിലുമായി
അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഫലം കാണും എന്നാണ് പ്രതീക്ഷ. ഏതായാലും ഇന്ന് രാത്രി തന്നെ രാത്രികാല നിരീക്ഷണമെല്ലാം നടത്തി ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നടപടികൾ വനവകുപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അല്പസമയത്തിനകം തന്നെ വനമേഖലയിൽ ഉൾപ്പെടെ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തെരച്ചിൽ ഉൾപ്പെടെയുള്ള നടപടികൾ വനവകുപ്പ് ആരംഭിക്കാനിരിക്കുകയാണ്. അനൂപ്, ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങളാണ് ഈ പല കാര്യങ്ങൾക്കും സംസ്ഥാന സർക്കാരിന് തടസ്സമായി വരുന്നത്. മനുഷ്യജീവന് ഒരു വിലയുമില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങളിൽ മാറ്റം വരുത്തണം എന്നുള്ളത് ഈ മലയോര മേഖലയിലെ വാസികളുടെ ഏറെ നാളായിട്ടുള്ള ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അവിടുത്തെ MP അടക്കമുള്ളവർക്ക് ഇക്കാര്യത്തിൽ വലിയ റോളാണ് ഉള്ളത്. അവർ ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ട്. എത്രയോ കാലമായി ഈ ഒരു തരത്തിൽ മനുഷ്യർ കാട്ടാന ആക്രമണത്തിലും അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ കടുവ ആക്രമണത്തിലുമെല്ലാം കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ വയനാട് മാത്രമല്ല നമ്മുടെ പല മലയോര മേഖലയിലുമുണ്ട്. മനുഷ്യജീവനാണ് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. അതിൻ്റെ മുഖ്യ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഈ കർശനമായ വന നിയമങ്ങളാണ്. അനൂപ്, അതെല്ലാം മലയോര മേഖലയുടെ പൊതുവിൽ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അതെല്ലാം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഈ വിധത്തിൽ പല രീതിയിൽ കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഏതായാലും ഇത്തരം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ നടപടികൾ സ്വീകരിക്കാനുള്ള തടസ്സം ഏതായാലും ഈ കേന്ദ്ര സർക്കാരിൻ്റെ കർശനമായ ചില നിയമങ്ങളാണ്. പ്രത്യേകിച്ച് വനസംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ കടുവയിൽ തന്നെ പെട്ടെന്ന് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ പിടികൂടുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്, പ്രത്യേക ആക്ഷൻ പ്ലാനൊക്കെ ഉണ്ട് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്. ഏതായാലും അതെല്ലാം ആ വിധത്തിൽ പരിഹരിക്കപ്പെടേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ ഇവിടെയുള്ള വിഷയം ഈ കടുവയെ, ഈ ജനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള ഈ കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നുള്ളതാണ്. അതിനായുള്ള ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അതായത് പൂർത്തീകരിക്കാൻ പെട്ടെന്ന് തന്നെ സാധിക്കുമെന്നാണ് ഇവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസം. ജനങ്ങൾ അതിനാണ് ഇപ്പോൾ ഇവിടെ മുൻഗണന നൽകുന്നത്. ഈ കടുവ ഈ മനുഷ്യവാസ പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടോ അതോ ഇത് കാട്ടിലേക്ക് പോയിട്ടുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നുണ്ടോ അനൂപ്? തീർച്ചയായും വനമേഖലയിൽ തന്നെയാണ് കടുവയുള്ളത് എന്നാണ് വിവരം. അതോടൊപ്പം ഈ ആക്രമിക്കപ്പെട്ട സ്ഥലവും വനത്തിന് തൊട്ട് സമീപത്തുള്ള സ്ഥലമാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. അത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടതാണ്. ഈ ധനസഹായത്തിൻ്റെ കാര്യം 5 ലക്ഷം രൂപ ഇന്ന് കൈമാറും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ മൃതദേഹം അവിടെ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുണ്ട്. ഈ സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ എപ്പോഴാണ് ഉണ്ടാവുക? ഒപ്പം തന്നെ ഈ ധനസഹായം കൈമാറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. $15 ലക്ഷം അടിയന്തര ധനസഹായം നൽകാമെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ കൈമാറും. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളാണ് നടക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ അദ്ദേഹത്തിന്റെ അവരുടെ വീട്ടിൽ തന്നെ നടക്കും എന്നാണ് അറിയുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയുമാണ്. അനൂപാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. വയനാട് മാനന്തവാടിയിൽ കടുവ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. വനംവകുപ്പ് താൽക്കാലിക വാച്ചർ അപ്പച്ചൻ്റെ ഭാര്യ രാധയാണ് മരിച്ചത്. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. മൃതദേഹം വനത്തിൽ നിന്ന് പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ എത്തിച്ചിരുന്നു. പിന്നീട് അത് മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മന്ത്രി OR കേളു ഇടപെട്ടാണ് അവിടെ ജനങ്ങളുടെ വലിയ പ്രതിഷേധം ശമിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി വന്യമൃഗ ആക്രമണങ്ങൾ ലഘൂകരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഒപ്പം തന്നെ മരിച്ച രാധയുടെ കുടുംബത്തിന് 11 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്.